നമ്മുടെ വീട് അത് നമ്മൾ കുടുംബത്തോടൊപ്പം ഏറ്റവും ശാന്തമായും കംഫർട്ടായും കഴിയാൻ പറ്റുന്ന ഒരു രീതിക്കുള്ളതാകണം എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളുടെയും ഒരു ആഗ്രഹം എന്നുള്ളത്. പലപ്പോഴും പല കാരണങ്ങളാലും അത് പലർക്കും സാധിക്കാറില്ല. ഞാനുള്ളത് തൃശ്ശൂർ തൈക്കാട്ടുശ്ശേരിയിലുള്ള ജോസ്മോൻ്റെ വീട്ടിലാണ്. ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്. ആ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ വീടിനകത്ത് ചുമരുകൾ തീരെ കുറവാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ വെട്ടുകല്ല്, അതുപോലെ തന്നെ മണ്ണ്, അവയുടെ എല്ലാം തന്നെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. കൂടാതെ വായുസഞ്ചാരം പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ വീടിനകത്തെ ഒരു ചൂട് എത്രത്തോളം കുറയ്ക്കുന്നതിൽ വളരെ അധികം പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊപ്പം ജോസേട്ടനും കുടുംബമാണുള്ളത്. ജോസേട്ടൻ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഈ ഒരു വീടിനകത്തുള്ളൊരു ഫീലിംഗ് എങ്ങനെയാണ്? ആദ്യം അത് ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷനിലേക്ക് പോകാം. നല്ല നമ്മൾ വിചാരിച്ചതിനേക്കാളും മനോഹരമാണ് ജീവിതം ഇതിനുള്ളിൽ. ഈ വളരെ ചൂടാണ് പുറത്തൊക്കെ, അപ്പോൾ AC ഒന്നും ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയാണ് പല വീടുകളിലും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഈ വീടിനകത്തുള്ളൊരു ഫീൽ? പുറത്ത് നല്ല ചൂടാണ്, എന്നാൽ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചൂട് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം വളരെ പുഴുക്കം കുറവാണ്, ചൂടിൻ്റെ ഇത് വളരെ കുറവാണ്. ഒരു തണുത്ത കാറ്റ് പുറത്തുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലെ അന്തരീക്ഷം വളരെ രസകരമാണ്. ഈ ബെഡ്റൂമുകൾക്ക് മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ചുമരുകൾ എന്നുള്ളതാണ്? പരമാവധി ചുമരുകൾ കുറയ്ക്കുക, ബെഡ്റൂമുകൾക്ക് മാത്രം ചുമരുകൾ കൊടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഓപ്പണാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിൽ വെട്ടുകല്ലാണ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് സ്ഥലത്ത് മഡ് പ്ലാസ്റ്ററിങ് നടത്തിയിട്ടുണ്ട്. മുളയുടെ ഉപയോഗം പരമാവധി നടത്തിയിട്ടുണ്ട്. സിമെൻറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പിന്നെ വാർക്കയിലൊക്കെ ഓട് വെച്ചിട്ടാണ് വാർത്തിരിക്കുന്നത്. അതുകൊണ്ട് ചൂടിൻ്റെ ഇത് വളരെ കുറവാണ്. അങ്ങനെ പരമാവധി ചിലവ് കുറഞ്ഞ പുനരുപയോഗിക്കാവുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. മുളയുടെ ഉപയോഗമൊക്കെ ഒരുപാടുണ്ട്. കൂടാതെ ഈ പറഞ്ഞ അകത്ത് തന്നെ ചെടികളും സൂര്യപ്രകാശവും അതുപോലെ തന്നെ മഴയുണ്ടെങ്കിൽ മഴയൊക്കെ ചെറുതായിട്ട് വീഴുന്നില്ലേ? അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ റിസോർട്ടിലൊക്കെ താമസിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിനകത്ത് സൂര്യപ്രകാശവും മഴയും വെയിലും എല്ലാം കിട്ടാവുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം, എങ്ങനെ വീട് നിർമ്മിക്കാം എന്ന് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചതിന് ഭാഗമായിട്ടാണ് ഈ വീട് ഈ രീതിയിലേക്ക് എത്തിയത്. മുൻപ് വീടെന്ന് പറയുമ്പോൾ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു സങ്കല്പം അതാണോ ഇതിൽ ഇവിടെ പ്രാവർത്തികമാക്കി? അതെ, പൂർണ്ണമായിട്ടും വളരെ ചെറിയൊരു വീട്. ഞങ്ങൾ ചെറിയൊരു ഫാമിലിയാണ്. അതുകൊണ്ട് അധികം പണം ചെലവാക്കാതെ ആർഭാടകരമല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു വീടാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് പ്രകൃതി സൗഹൃദമായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അത് ശാന്തിലാലിൻ്റെ ഒക്കെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലേക്ക് ഈ വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതെ, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ? ഒരു 1650 1700 സ്ക്വയർ ഫീറ്റ് താഴെയാണ് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഉള്ളത്. വീടെന്ന് പറയുമ്പോൾ എന്തായാലും ഗ്ലോമി ചേച്ചിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് തന്നെയല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു തന്നെയാണ്? എനിക്കൊരു ഓപ്പൺ കിച്ചൺ എൻ്റെ ഒരു സജഷനായിരുന്നു, ഇങ്ങനെ വേണമെന്ന്. കാരണം നമ്മൾ എപ്പോഴും ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ എല്ലാവരുമായിട്ട് എപ്പോഴും സംസാരിക്കുക, നമ്മൾ അടുക്കളയിൽ തന്നെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ. എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് കാണാം. അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് എല്ലാവരും ചെയ്തിരുന്നത്. വീടിൻ്റെ അകത്തളത്ത് തന്നെ നല്ല രീതിക്ക് ലൈറ്റൊക്കെ എത്താവുന്ന രീതിക്ക് മുകളിലൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. അവിടെ വലിയ രീതിക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ വീഴാവുന്ന രീതിക്കില്ല, ചെറിയ തോതിൽ ഒരു മഴയൊക്കെ നൂൽമഴയായി പോലൊക്കെ ഇറങ്ങി വരാവുന്ന രീതിക്കാണ്. ഉള്ളിൽ മുളയും അതുപോലെ തന്നെ ചെടികളുമെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വീടിൻ്റെ അകത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ നല്ല പ്ലസൻ്റ് ആക്കാനും ഒരു അന്തരീക്ഷം കൂളാക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിക്കുള്ളതാണ് കൺസ്ട്രക്ഷൻ. 2 നിലകളിലായാണ് വീട്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ചുമരിനേക്കാൾ കൂടുതൽ വായുസഞ്ചാരമുള്ള ഏരിയകളാണ്. കാരണം കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ചാരുപടി മോഡൽ നിർമ്മിച്ചുകൊണ്ട് ഓപ്പൺ ഏരിയയ്ക്ക് സമാനമായ രീതിക്കാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വീടിനകത്ത് കൃത്യമായൊരു വെർട്ടിക്കൽ ഗാർഡൻ മോഡൽ പൂന്തോട്ടം രീതിക്ക് ഈ ചെടികളൊക്കെ കൃത്യമായി വയ്ക്കാവുന്ന രീതിക്കുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്.
ലക്ഷങ്ങൾ മുടക്കി പലരും നിർമ്മിക്കുന്ന വീടുകൾക്കകത്ത് AC ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ. അപ്പോഴാണ് 25 ലക്ഷം രൂപ മാത്രം മുടക്കി 1700 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഈ വീടിനകത്ത് വളരെ സുഖമായി താമസിക്കാനായി, വളരെ നല്ല കാലാവസ്ഥയിൽ താമസിക്കാനായുള്ളൊരു അനുഭവം ഉള്ളത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.